ബീഹാർ, ഹരിയാന, ദാ ഇപ്പൊ തമിഴ്നാടും നമ്മുടെ KC വേണുഗോപാൽ കത്തിക്കയറുന്ന സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് പുള്ളി പടർന്നു പന്തലിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ പടരുന്നത് അത്രയും ആളുകളെ പറ്റിച്ചാണെന്ന് മാത്രം. കോൺഗ്രസ് ആണെങ്കിൽ പറ്റിപ്പും വെട്ടിപ്പും പണമുക്കലും മാത്രമാണെന്ന് കൊച്ചുകുട്ടികൾ വരെ പറഞ്ഞു തുടങ്ങി. ദിവസവും അവര് ഇതൊക്കെ തന്നെയല്ലേ കാണുന്നതും കേൾക്കുന്നതും. ഹരിയാനയിലെ സ്ഥിതിവിശേഷങ്ങൾ അറിയാലോ. MLA സീറ്റ് വാഗ്ദാനം ചെയ്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കോടികൾ അടിച്ചു മാറ്റിയെന്നാണ് പരാതി. മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുമായ സുചിത്രാ ദേവിക്ക് ഭവാന സീറ്റായിരുന്നു KCയുടെ വാഗ്ദാനം. എന്നിട്ട് കോടികളും പെട്ടിയിലാക്കി KC ഹരിയാനയിൽ നിന്ന് നൈസായിട്ടിങ്ങ് പോന്നുവെന്നാണ് വിവരം. പിന്നാലെ സുചിത്രാ ദേവിയും ഭർത്താവ് ഗൗരവ് കുമാറും വന്നു. കേരളത്തിൽ വന്നാണ് അവർ DGPക്ക് പരാതി കൊടുത്തത്. സീറ്റ് ആവശ്യപ്പെട്ട് 50 തവണയെങ്കിലും താൻ ഡൽഹിയിലെത്തി വേണുഗോപാലിനെ കണ്ടിട്ടുണ്ടെന്നാണ് ഗൗരവ് കുമാർ തറപ്പിച്ച് പറയണത്. ഈ വരവിനൊക്കെ കാശും KCയുടെയും കൂട്ടരുടെയും പെട്ടികൾ വീണിട്ടുണ്ടെന്നാണ് അടക്കം പറഞ്ഞത്. KC മൗനത്തിലാണ്. അതങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പുള്ളി കേരളം വിടും, എന്നിട്ട് പെട്ടി നിറച്ച് തിരിച്ചു വരുമെന്നാണ് ചൊല്ല്. കൂട്ടിന് AICC ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ കീശ വീർപ്പിക്കാനുള്ള ഏക മാർഗം. അധികാരം കയ്യിലില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്താൽ അടുത്തത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചോ, ഏത് സ്ഥാനം വേണമെങ്കിലും അങ്ങോട്ട് കൽപ്പിച്ചു തരും, എന്നിട്ട് പൈസ തേതോ എന്നൊരു ലൈനും. അതാണ് ഹരിയാനയിലും ഇപ്പോൾ തമിഴ്നാട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് സീറ്റ് നൽകിയില്ലെന്നും പണം വാങ്ങിയാണ് സീറ്റ് വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ച് തമിഴ്നാട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഹസീന സയ്യിദ് രാജിവെച്ച് ബൈ പറഞ്ഞു പോയി. KCയും അൽക്കയും തമ്മിലുള്ള ഒത്തുകളി എന്നാണ് ഹസീന പറയുന്നത്. അൽക്കയുടെ ഈഗോ KC വേണുഗോപാലിന്റെ മുന്നിൽ കാണിച്ചാൽ മതിയെന്നും ഹസീന പറയുന്നുണ്ട്. ഏതായാലും എല്ലാ നാട്ടിലും പോയി ഇങ്ങനെ കൈയിട്ട് വരാൻ കോൺഗ്രസിനല്ലാതെ ആർക്കാ സാധിക്കാം? കോൺഗ്രസിന്റെ AICC നേതാക്കന്മാർ ഉത്തരേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്നെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് ദുഷ്ടാണ്. അന്നേരല്ലേ ഇതുപോലെ സീറ്റ് വാഗ്ദാനം ചെയ്യാൻ പറ്റത്തുള്ളൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ അതും പോകും. അപ്പോൾ കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റുക, അത് തന്നെ കാര്യം. വേറൊരു പഴങ്കഥ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമേന്ദ്രന് വേണ്ടി അന്ന് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് കോടികളാണേ ഒഴുക്കുന്നത്. അങ്ങനെ മുല്ലപ്പള്ളിക്ക് വേണ്ടി പെട്ടിയിൽ പണം ഇറക്കി. അന്നത്തെ കാലത്ത് പെട്ടിയായിരുന്നു പ്രതാപം. അങ്ങനെ കൊണ്ടുവന്ന പെട്ടി തീവണ്ടിക്കുള്ളിൽ നിന്ന് വടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. കോടികളായിരുന്നു പെട്ടിക്കുള്ളിൽ എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത്രയും തുക ഉള്ളത് കൊണ്ടാണോ എന്തോ ആരും പരാതി ഒന്നും കൊടുത്തില്ല. അത് പിന്നെ സ്വാഹ. മുല്ലപ്പള്ളിയുടെ വിശ്വസ്തന്റെ കൈകളിലായിരുന്നു ഭദ്രമായിട്ട് ആ പെട്ടി ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ആരോ മോഷ്ടിച്ചില്ലേ. എന്തിനേറെ പറയുന്നു, നമ്മുടെ ധർമ്മജം ബോൾഗാട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ബാലുശ്ശേരിയിൽ നിന്ന് മത്സരിച്ച തനിക്ക് വേണ്ടി പിരിച്ച തുകയിൽ 1 രൂപ പോലും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അത് കടിച്ചു മാറ്റേണ്ടവർ ബേഷായി തന്നെ ഒതുക്കിയെന്ന്. ഇത്രയൊക്കെ ഉള്ളൂ കോൺഗ്രസ്. പിരിക്കുക, അടിച്ചു മാറ്റുക. ഇതിലെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന്. സീറ്റ് ലേലത്തിന് വെക്കുന്ന കച്ചവട സ്ഥാപനമാണ്. സാധാരണക്കാരായ പ്രവർത്തകർ ചോരനീരാക്കി പണിയെടുക്കുമ്പോൾ ഡൽഹിയിലെ AC മുറികളിലിരുന്ന് കോടികൾക്ക് സീറ്റ് കച്ചവടം നടത്തുന്നു. ഇതാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിന് പെട്ടിയും പണമില്ലെങ്കിൽ എന്ത് കോൺഗ്രസ്?